വെസ്റ്റ് നൈൽ പനിയിൽ ആശങ്ക വേണ്ടെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. ജില്ലയിൽ പനി സ്ഥിരീകരിച്ച 5 കേസുകളിൽ 4 പേരും ആശുപത്രി വിട്ടതായി അദ്ദേഹം അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്തതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വ്യക്തമാക്കി. കൊതുക് പരത്തുന്ന രോഗമായ വെസ്റ്റ് നൈൽ പനിയുടെ 5 കേസുകളാണ് കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ സ്ഥിരീകരിച്ചത്. ഇതിൽ 4 പേരും രോഗം ഭേദമായി ആശുപത്രി വിട്ടു. ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ 3 കേസുകളും നന്മണ്ടയിലും കൂടരഞ്ഞിയിലും ഓരോ കേസുകൾ വീതവുമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനു പുറമെ സ്ഥിരീകരിക്കാത്ത ഒരു കേസ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇത് ഒരു പാനിക് പോലെ ഇപ്പോൾ സിറ്റുവേഷൻ ഇല്ല. കാരണം വെസ്റ്റ് നൈൽ വൈറസ് ഡെങ്കു തന്നെ ഇത് സിമിലർ സ്റ്റൈലിലെ ഒരു ഡിസീസാണ്. സിംറ്റംസും വളരെ സിമിലർ ആണ്. ആസ് യു നോ, ഹെഡ് ഏക്ക്, ഫീവർ, ബോഡി ഏക്ക്, പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസിൽ കുറച്ച് എക്സ്ട്രാ സിംറ്റം വരും. ഇപ്പം ഒരു സസ്പെക്റ്റഡ് കേസ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൺഫർമേഷൻ ആയിട്ടില്ല. ജില്ലയിൽ ഡെങ്കു, മഞ്ഞപ്പിത്തം, വെസ്റ്റ് നൈൽ പനി കേസുകൾ അടുത്തിടെ വർദ്ധിച്ചിട്ടുണ്ട്. മലിനജലത്തിന്റെ ഉപയോഗമാണ് ഇതിന്റെ മുഖ്യ കാരണമെന്ന് ജില്ലാ കളക്ടർ ചൂണ്ടിക്കാട്ടി. വെസ്റ്റ് നൈൽ പനി ബാധിക്കുന്നവരിൽ 80% പേരിലും ലക്ഷണങ്ങൾ കാണാറില്ല. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ ജില്ലാ ആരോഗ്യ വകുപ്പിലെ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ഹോട്ട്സ്പോട്ട് ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ജനം, കോഴിക്കോട്.